കഥ കേൾക്കാൻ കാതോർത്തിരിക്കുകയാണല്ലേ. ഞാൻ ഒരു കഥ പറയട്ടെ. എൻ്റെ കഥയുടെ പേരാണ് ഒരു വാനമ്പാടിയുടെ ആത്മത്യാഗം. പണ്ട് പണ്ട് എന്ന് വെച്ചാൽ വളരെ പണ്ട്, അറേബ്യയിലെ സുൽത്താൻ കൊട്ടാരത്തിൽ മനോഹരമായൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അവിടെ ധാരാളം പക്ഷികളും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ മധുരമായി പാട്ട് പാടുന്ന ഒരു വാനമ്പാടി ഉണ്ടായിരുന്നു. ഹോ, എന്ത് രസമാണെന്നോ അവളുടെ പാട്ട് കേൾക്കാൻ. ഒരിക്കൽ വാനമ്പാടിയുടെ മുന്നിൽ ഒരു വനദേവത ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നാം നിനക്ക് 3 വരങ്ങൾ നൽകാം. ഇത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് വനദേവത അപ്രത്യക്ഷമായി. വാനമ്പാടി ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് നല്ലൊരു വീടുണ്ട്, ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, കൂടാതെ കൂട്ടുകാരും. പിന്നെന്തിനാ എനിക്ക് ഈ വരങ്ങൾ? ഇതെന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കാം. വാനമ്പാടി തീരുമാനിച്ചു. ഒരു പ്രാപ്പിടിയൻ അവിടെ എത്തിച്ചേർന്നത്. ഓരോ ദിവസവും ഓരോ കിളികളെ കൊത്തി തിന്നു. ഒരിക്കൽ ഒരു ചിന്നത്തത്താൻ വിത്തുകൾ കൊത്തി തിന്നുകയായിരുന്നു. അപ്പോൾ പ്രാപ്പിടിയൻ തത്തയെ റാഞ്ചിയെടുത്തു. തത്ത നൂറാക്കി കരഞ്ഞു. തത്തയുടെ കരച്ചിൽ വാനമ്പാടി കേട്ടു. അയ്യോ പാവം തത്ത, അതിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. വാനമ്പാടി പറഞ്ഞു, ഇതെന്റെ വരം ഉപയോഗിച്ച് തത്തയെ രക്ഷിക്കാമെന്ന് വാനമ്പാടി തീരുമാനിച്ചു. വാനമ്പാടി പറഞ്ഞു, തത്ത രക്ഷപ്പെടട്ടെ. തത്ത വീർത്ത് വീർത്ത് വലുതാവാൻ തുടങ്ങി. ഹോ, ഭാഗ്യത്തിന് തത്ത രക്ഷപ്പെട്ടു. അപ്പോൾ അവിടെ ഒരു മഞ്ഞക്കിളി ഇരിക്കുകയായിരുന്നു. അതിനെയും പ്രാപ്പിടിയൻ റാഞ്ചിയെടുത്തു, രക്ഷിച്ചു. തീർന്നു. ഇനി ഒരു വരമേ ബാക്കിയുള്ളൂ. അതും കൂടെ തീർന്നാൽ നമ്മളെല്ലാം പ്രാപ്പിടിയന്റെ ഇരകളായി മാറും. കിളികളെല്ലാം വിഷമത്തോടിരുന്നു. കൂട്ടുകാരെ, നിങ്ങൾ ആരും വിഷമിക്കണ്ട. എന്റെ ജീവൻ ബലി കളഞ്ഞും നിങ്ങളെ ഞാൻ രക്ഷിക്കാൻ തയ്യാറാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് വാനമ്പാടി അടുത്ത കൊമ്പിലേക്ക് പറന്നു ചെന്നു. എന്നിട്ട് അതിമനോഹരമായി പാടി. മുമ്പേ പാടിയതിനെക്കാട്ടിലും അതിമനോഹരമായി പാടി. അപ്പോഴാണ് അവിടെ പ്രാപ്പിടിയൻ എത്തിയത്. വാനമ്പാടിയെ കണ്ട് പ്രാപ്പിടിയൻ ചിന്തിക്കാൻ തുടങ്ങി. ഇത്രയും നാളും എന്റെ ഇരകളെ രക്ഷിച്ച ഇവളാവട്ടെ എന്റെ ഇന്നത്തെ ഇര. പ്രാപ്പിടിയൻ വാനമ്പാടിയെ റാഞ്ചി എടുത്തു. പ്രാപ്പിടിയന്റെ കൂർത്ത നഖങ്ങൾ വാനമ്പാടിയുടെ ദേഹത്ത് ഇരച്ചു കയറി. വേദന കൊണ്ട് പിടയുമ്പോഴും വാനമ്പാടി ചിന്തിച്ചു, ഇനി ഒരു വരമേ ബാക്കിയുള്ളൂ. അത് എനിക്ക് വേണ്ടി എടുക്കണോ, എന്റെ കൂട്ടുകാർക്ക് വേണ്ടി എടുക്കണോ? വാനമ്പാടി മനസ്സിൽ പറഞ്ഞു, എന്റെ മാംസം വിഷമുള്ളതാവട്ടെ. വാനമ്പാടി പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചു. അതൊന്നും അറിയാതെ പ്രാപ്പിടിയൻ വാനമ്പാടിയുടെ മാംസം ആർത്തിയോളം കൊത്തിത്തുന്ന പ്രാപ്പിടിയനും മരിച്ചു വീണു. കൂട്ടുകാരെ, ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? സ്വന്തം ജീവൻ ബലി കളഞ്ഞും മറ്റുള്ളവരെ രക്ഷിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. നമ്മൾക്കും വാനമ്പാടിയെ കൂട്ടാവാൻ കഴിയും. നന്ദി, നമസ്കാരം.